കുറേ അമ്മമാരെ ഇപ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറയും ഇങ്ങനെ കുട്ടികൾ ഉപദ്രവിക്കണം, അല്ലെങ്കിൽ കുട്ടികൾ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കണം. സത്യത്തിൽ ആ അമ്മമാർ വിഷമിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആ അമ്മമാർ വിഷമിക്കുന്നത്? കാരണം അവരുടെ ഉള്ളിൽ ആ കുഞ്ഞിനോടുള്ള താല്പര്യം ഉണ്ട്. ആ കുഞ്ഞിന് അതുപോലെ അമ്മയോടുള്ള താല്പര്യമുണ്ട്. പക്ഷേ ഈ രണ്ട് താല്പര്യങ്ങളും വളരെയേറെ ഉള്ളിലാണ് കിടക്കപ്പെടുന്നത്. അത് പല കാര്യങ്ങൾ കൊണ്ടും മൂടപ്പെട്ട്, മതം, ജാതി, രാജ്യം, അല്ലെങ്കിൽ അസ്വസ്ഥത, അവരുടെ ഓരോ വ്യക്തികൾ ചെറുപ്പത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ, ഇതെല്ലാം ശരീരത്തിൻ്റെ ഭാഗത്ത് അത് മറക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ശരീരത്തിൻ്റെ ആ അവസ്ഥയുടെ പുറകെ ഈ സമൂഹമാണ് ഇതിന് ഉത്തരവാദി, മനസ്സിലായോ? അല്ലാതെ ആ വ്യക്തികളല്ല. കാരണം അവർ നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ട് അവർക്ക് ബന്ധമില്ലാത്തത് കൊണ്ട് ഒരു പാരൻസിനും പാരൻസായിട്ട് നിൽക്കാൻ സാധിക്കണില്ല. പിന്നെ എങ്ങനെയാണ് ഒരു കുട്ടീനെ കൊണ്ട് സാധിക്കുക? അപ്പോൾ ആ കുട്ടീനെ സംബന്ധിച്ച് ആ വ്യക്തത കിട്ടാത്തതാണ് ആ കുട്ടി സഫർ ചെയ്യണത്. അപ്പോൾ ആ പാരൻസിനെ സംബന്ധിച്ച് ആ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടിയുമായിട്ട് ആ ബന്ധം നിലനിർത്തുന്നതിന് പകരം അവിടെ ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ അവരും പെട്ടുപോവാണ്. ഈ കുട്ടിയും അതുപോലെ തന്നെ. കാരണം സ്റ്റേബിളായിട്ടുള്ളൊരവസ്ഥ അമ്മയിൽ കാണാത്തത് കൊണ്ട് ആ കുട്ടിയും പെട്ടുപോയി. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പം എൻ്റെ അമ്മക്കൊക്കെ ഞാൻ ഈ പറയണ ആ സോഫ്റ്റ് വൈബ്രേഷൻ എല്ലാം ഉള്ളിൽ കിടക്കുന്ന അവസ്ഥയെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പം ഇപ്പം ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള ബന്ധത്തിനെ സ്വാധീനിക്കുന്ന തരത്തിൽ ഈ പ്രപഞ്ചത്തിൽ വേറെ ഒന്നുമില്ല. ഒരു മതമോ അല്ലെങ്കിൽ വേറെ ഒരു നിയമവും അതിൽ പോസിബിൾ അല്ല. കാരണം ഞാനും എൻ്റെ അമ്മയും എടുക്കുന്ന ശ്വാസമാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പോൾ അതിൽ നിന്ന് മാത്രമേ നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ പറ്റുള്ളൂ. കാരണം അതാണ് നമ്മളെ സ്ഥാപിച്ച ബന്ധം. മറിച്ച് ഇപ്പം എൻ്റെ അമ്മയെ ഞാൻ വിളിക്കുമ്പം എനിക്ക് സംസാരിക്കാൻ സാധിക്കണില്ല. കാരണം എന്താ? എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ ആ വ്യക്തി എന്തിനെ അടിമപ്പെട്ടാണോ ജീവിക്കുന്നത്, ചിലപ്പം മതത്തിനെയാവും, ചിലപ്പം ജാതിയാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രോമാസ് അവരുടെ ചെറുപ്പത്തിൽ കിട്ടിയത് അവർ റിപ്പയർ ചെയ്യാത്തത് കൊണ്ട് അവർ ആ ശരീരത്തിന് അടിമപ്പെട്ടാവും ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാനുമായിട്ടുള്ള ബന്ധം അതിന് അവർക്ക് എപ്പോഴും ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഞാൻ സഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു കൊടും കുറ്റവാളിയായിട്ടാണ് മാറുന്നത്. അല്ല, എൻ്റെ ജീവിതം ഞാൻ നശിപ്പിക്കണ ഭാഗത്ത് മദ്യവും മയക്കുമരുന്നെടുത്ത് ഞാൻ പോകും. പക്ഷെ ഇപ്പോൾ ആ തിരിച്ചറിവുള്ളത് കൊണ്ട് എൻ്റെ അമ്മയെ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ ഞാൻ എൻ്റെ മകനും മകളുമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവരുടെ മാതാപിതാവായിട്ട് ഞാനിവിടെ ഇരിക്കുക. കാരണം എന്താ? എന്നെയും അവരെയും നിലനിർത്തുന്ന ശക്തിയാണ് നമ്മളെ നിയന്ത്രിക്കണതെന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ഒരു കുട്ടിയായിട്ട് കാണാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തി വെച്ചിട്ട് അവരെ നമ്മൾ ജഡ്ജ് ചെയ്യണ ഭാഗത്ത്